ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? അക്കൗണ്ടൻസിയുടെ അടുത്ത ക്ലാസ് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പഠിച്ചിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ നേച്ചർ എങ്ങനെയുള്ളതാണ്. ഒന്നാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അതൊരു കലയാണ്. ഞാൻ അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞില്ല, ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞില്ല. കലാപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ആൻ ആർട്ട്, ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രീയമായിട്ടാണ് എഴുതുന്നത്, നമുക്ക് തോന്നുന്ന പോണക്കൊന്നും എഴുതുന്നില്ല. തികച്ചും കലാപരമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ വരച്ചിട്ടൊക്കെ എഴുതുന്നത്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ജേണലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വരച്ചിട്ടൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ കലാപരമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനശാഖയാണ് ഏത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ഒരാളുടെ എഫിഷ്യൻസി, ക്വാളിഫിക്കേഷൻസ്, ക്വാളിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെവിടെ രേഖപ്പെടുത്തുന്നില്ല, അക്കൗണ്ടിങ്ങിനകത്ത് രേഖപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഒരു സാധനത്തിന് എത്രത്തോളം ഗുണമുണ്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം നമ്മൾ രേഖപ്പെടുത്തുന്നില്ല, അതിൻ്റെ വില മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക, ആ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. മറിച്ച് ആ ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ എന്ത് വിലയ്ക്കാണ് വാങ്ങിയത്, അതിനുവേണ്ടി എന്തുമാത്രം തുക നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി, അത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു. 1, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. 2, അക്കൗണ്ടിങ് ഈസ് എ സയൻസ്. 3, ഓൺലി ഫിനാൻഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർ ഈവൻറ്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ആസ് ഫിനാൻഷ്യൽ റെക്കോർഡഡ്. അപ്പം പറയുന്നത് എന്താണ്? ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, സാമ്പത്തികമായിട്ട് പണപരമായിട്ടുള്ള ഇടപാടുകൾ മാത്രമാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യുന്നത്, അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. എഫിഷ്യൻസി, ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്കൗണ്ടൻസിയിൽ ഉണ്ടായിരിക്കത്തില്ല. അത് എഴുതി വെച്ചാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും പറയാനും പറ്റത്തില്ല. ഒരാൾക്ക് നല്ല എഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ പെർഫോമൻസ് വളരെ നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊരിക്കലും ലാഭവും നഷ്ടവും അറിയാനായിട്ട് പറ്റുന്നില്ല അല്ലേ? ആ എഫിഷ്യൻസി ഉള്ള ആൾക്ക്, ആ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്ക് നമ്മൾ എത്രത്തോളം ശമ്പളം കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മുടെ വരവ് ചെലവ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ടൻസിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. 3 കാര്യം മനസ്സിലായില്ലേ? 4മത്തേത് അക്കൗണ്ടിങ് ക്ലാസിഫൈസ് ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ റെക്കോർഡിങ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫൈ ദ ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. എങ്ങനെയെങ്കിലും ക്ലാസിഫൈ ചെയ്താൽ പോരാ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വന്നത് ഏതൊക്കെ, വരാനുള്ളത് ഏതൊക്കെ, കിട്ടിയത് ഏതൊക്കെ, കിട്ടാനുള്ളത് ഏതൊക്കെ, ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് സമ്മറൈസസ് ദ റെക്കോർഡഡ് ഡേറ്റാസ്. ഈ ക്ലാസിഫൈ ചെയ്ത റെക്കോർഡ് ചെയ്ത ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മറൈസ് ചെയ്യുന്നുണ്ട്, ഒരു ചുരുക്കത്തിലേക്ക് വരുന്നുണ്ട്. ഇനിയോ ഇറ്റ് ഇൻറ്റർപ്രറ്റ് ദ സമ്മറൈസ്ഡ് ഡേറ്റ. അപ്പോൾ നമ്മളെന്താ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, പിന്നെ എന്താണ് അതിനെ സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിൻ്റെ റിസൾട്ട് നമ്മൾ എന്താണ് എന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷനിലൂടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ കിട്ടിയത്, അതിനെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു. അവസാനത്തെ ക്യാരക്ടറാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇതിലൂടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, അതായത് ഈ അക്കൗണ്ടിങ്ങിലൂടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതാരായിരിക്കും? പ്രൊപ്രൈറ്റേഴ്സ്, ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, അതുപോലെ തന്നെ ആരുണ്ട്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പണം കടം തന്ന ബാങ്കുകാരൊക്കെ, അവരൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസാണ്. ഒരു ബിസിനസ്സിലെ അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊപ്രൈറ്റർ തന്നെ, ഉടമസ്ഥർ തന്നെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരാണ്. ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടണം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ പോളിസികൾ കൊണ്ടുവരണമെങ്കിൽ വിവിധ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ റിസൾട്ട് അറിയണം. എന്നാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ടാക്സ് പോളിസീസും മറ്റ് ഫിനാൻഷ്യൽ പോളിസികളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അപ്പം ഗവൺമെൻറ് ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ഫിനാൻഷ്യൽ റിസൾട്ടിൻ്റെ
ബേസിലാണ് ടാക്സ് ചുമത്തുന്നത്, ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടുന്നതും അല്ലേ. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. പിന്നെ അതേ സ്ഥാപനത്തിൻ്റെ തന്നെ എംപ്ലോയീസ് ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. കാരണം അവിടെ റിട്ടേൺ കൂടുകയാണെങ്കിൽ, പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ ഈ എംപ്ലോയീസിൻ്റെ ഗുണം എന്താണ്? അവർക്ക് കൂടുതൽ ലാഭത്തിനായിട്ട് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് വാദിക്കാനായിട്ട് പറ്റില്ല, കൂടുതൽ ശമ്പളവും ഇൻസെൻറ്റീവ്സും ഒക്കെ ചോദിക്കാനായിട്ട് പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്. ഈ ബിസിനസ് സ്ഥാപനത്തിന് വായ്പ കൊടുത്തവർ, ബാങ്കുകളോ അതുപോലെയുള്ള പ്രൈവറ്റ് പാർട്ടികളോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഈ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി ലോണുകൾ കൊടുത്തിട്ടുണ്ടാവാം. അവർക്കും അറിയണം എന്ത്, ഇവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന ബിസിനസ് ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് എന്താണ്. പ്രോഫിറ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? അവരുടെ പണം തിരിച്ചു കിട്ടും അല്ലേ, പലിശ സഹിതം തിരിച്ചു കിട്ടും. ലോസ് ആണെങ്കിൽ അവർക്ക് വിഷമമാണ്. എന്താണ്, അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടുന്നില്ല, മുതൽ കിട്ടാനും ഒക്കെ താമസം വരും. അപ്പം ലോസ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് അവിടെ ലോണ് കൊടുക്കാതിരിക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് അക്കൗണ്ടിങ്ങിലൂടെയാണ് എന്ത് കിട്ടുന്നത്? ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നത്. ഒരു ബാങ്കിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകാർ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം മാത്രം നോക്കി നമുക്ക് ലോൺ തരത്തില്ല. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എങ്ങനെയാണ്? പ്രീവിയസ് ഇയറിലെ അവരുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പരിശോധിക്കും. അതിൽ അവർക്ക് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് അവരുണ്ടാക്കിയിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ലോണ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് ലോണ് കിട്ടാനായിട്ടല്ലേ ബാങ്കുകാർക്ക് മറ്റ് വായ്പ കൊടുക്കുന്നവർക്കൊക്കെ ഗുണമല്ലേ. അപ്പോൾ ഇങ്ങനെ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏതിനുള്ളത്? അക്കൗണ്ടിങ്ങിന് ഉള്ളത്. 1 ഇറ്റ് ഈസ് ആൻ ആർട്ട്, 2 ഇറ്റ് ഈസ് എ സയൻസ്, ദെൻ ഇറ്റ് records only financial transactions, 3 it classifies the transactions in a systematic manner, then it summarizes the recorded data, then it interprets the result, last one it provides information to the interested parties. മനസ്സിലായോ? 7 ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് അക്കൗണ്ടൻസി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അക്കൗണ്ടിങ് ആണ്. ഇപ്പം നമ്മൾ പഠിച്ച ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് എന്നുള്ളത്. അതാണ് അക്കൗണ്ടിങ്. ബിസിനസ്സിലുണ്ടാകുന്ന പണപരമായ ഇടപാടുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോഴെന്താണ് അക്കൗണ്ടൻസി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ തിയറിയും പ്രാക്ടീസും. അക്കൗണ്ടിങ്ങിൽ ഉള്ള തിയറി ഏതൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലാക്കാനായിട്ട് പറ്റും, അതാണ് തിയറിയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? പ്രാക്ടിക്കലാക്കി മാറ്റുന്നു. അതിനെയാണ് അക്കൗണ്ടൻസി. ചുരുക്കത്തിൽ അങ്ങനെ പറയാൻ പറ്റും. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ് ബുക്കുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് അതിൻ്റെ രീതികൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടാണ്. അതല്ല കേട്ടോ. അക്കൗണ്ടുകളൊന്നും ബാങ്കിലുള്ളതൊരു അക്കൗണ്ടാണ്. അതൊക്കെ അത് നമ്മൾ ബിസിനസ്സിൽ ഇങ്ങനെ പറയുമ്പോഴേ അക്കൗണ്ടൻസി പറയുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് പഠിക്കാനുണ്ട്, വഴിയെ മനസ്സിലാകും. അപ്പോൾ ഒരു അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കണം, അത് ഏത് രീതിയിൽ തയ്യാറാക്കണമെന്നുള്ള വിശദീകരണം തരുന്നത് എന്താണ്? അക്കൗണ്ടൻസി. ആൻഡ് സമ്മറൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. എങ്ങനെയാണ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടത്, അതിനെ എങ്ങനെ സമ്മറൈസ് ചെയ്യണം, എങ്ങനെയാണ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഈ തുടങ്ങിയ വിവരങ്ങൾ നൽകുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ് ഏത്? അക്കൗണ്ടൻസി. അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള തിയറി, എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ സമ്മറൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, ഈ വക കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടുന്ന മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് എന്ത്? അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങിലെ ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, എങ്ങനെ സമ്മറൈസ് ചെയ്യണം, ഇത് പറഞ്ഞു തരുന്നതാണ് ഏത്? അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. മനസ്സിലായ? അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിയും തമ്മിലുള്ള വ്യത്യാസം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, റിസൾട്ട് എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അത് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഏത്? അക്കൗണ്ടൻസി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടൻസി ഹാസ് 2 ബ്രാഞ്ചസ്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടൻസിക്ക് 2 ബ്രാഞ്ചുകളുണ്ട്, 2 ശാഖകളുണ്ട്. ഏതൊക്കെയാണ്? ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും.
അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിക്കുകയാണ് എന്താണ് ബുക്ക് കീപ്പിംഗ്. എല്ലാ പരീക്ഷയ്ക്കും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. ദ ടേം ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി ബട്ട് ദേ ആർ ഡിഫറെൻറ്റ്. നമ്മൾ ബുക്ക് കീപ്പിങ്ങിന് തന്നെ അക്കൗണ്ടിങ് എന്നും പറയാറുണ്ട്, എന്നാലും അത് എങ്ങനെയാണ് ശരിക്കും അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും വ്യത്യാസമുള്ളതാണ്. Bookkeeping is mainly concerned with the actual recording of business transactions in a significant and orderly manner. Bookkeeping എന്ന് പറഞ്ഞാൽ the actual recording of business transactions in a significant and orderly manner. ഒരു നിശ്ചിതമായ രീതി, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു നിശ്ചിത റൂളുണ്ട് അതിന്. ആ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്തെന്നാണ്? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഓർഡർലി മാനർ. ഓർഡറായിട്ട്, അതായത് 1-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ 1-ാം തീയതി തന്നെ റെക്കോർഡ് ചെയ്യുന്നു. 2-ാം തീയതിയിലെ 2-ാം തീയതി, 1-ാം തീയതി കഴിഞ്ഞിട്ട് 2, 3, 4 ട്രാൻസാക്ഷൻസ് ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ പോയി 10-ാം തീയതിയിലെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓർഡറായിട്ട് വേണം, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേണം. അപ്പം കൃത്യമായിട്ട് ക്രമമായിട്ട് നമ്മൾ ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ഡിനോട്ട്സ് ദ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്കുകളിലേക്ക് നമ്മൾ അതിനെ എൻ്റർ ചെയ്യുന്നു. ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ഏത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ഈ 4 കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിലെ ഒരു കാര്യം, മെയിനായിട്ട് ഒരു കാര്യം ഏതാണ്? റെക്കോർഡിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് ഓർ ഓർഡർലി മാനർ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്കുകളിൽ, ഒരു ബുക്കിലേക്ക് നമ്മൾ ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷൻസിനെ ഓർഡറായിട്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗം. അക്കൗണ്ടിങ്ങിനകത്ത് മെയിൻലി നമ്മൾ 4 കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ? റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ്, ഇല്ലേ? അതിൽ ഒരു ഭാഗമാണ് ഏത്? ബുക്ക് കീപ്പിംഗ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ബിസിനസ്സിലുണ്ടാകുന്ന സാമ്പത്തിക കാര്യങ്ങളെ നമ്മളൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എന്തിൻ്റെ ഭാഗമാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്നും പഠിച്ചു, ബുക്ക് കീപ്പിംഗ് എന്താണെന്നും പഠിച്ചു. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അല്ലേ? അപ്പം ബിസിനസ്സിലുണ്ടാകുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മളൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാലോ? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഓർഡർലി മാനർ. ആ റെക്കോർഡിങ്ങിൻ്റെ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ രണ്ടും മനസ്സിലായി. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് മനസ്സിലായി, എന്താണ് അക്കൗണ്ടിങ് എന്ന് മനസ്സിലായി. നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഈ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. ഡിഫറൻസസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ആ മീനിങ് തന്നെ ഒരു വ്യത്യാസമാണ്, അല്ലേ? ബുക്ക് കീപ്പിംഗ് ഡിനോട്ട്സ് ദ മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. മിയർ എന്ന് പറഞ്ഞാൽ എന്താ? വെറും. ഒരു ബുക്കിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് വെറുതെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? വെറുതെ എഴുതി വെക്കുന്ന മാത്രമേ ഉള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബട്ട് അക്കൗണ്ടിങ് ഡിനോട്ട്സ് actual recording of business transactions in a proper books of accounts as well as preparations, analysis and interpretation of financial statement. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലോ ശരിക്കുള്ള ബുക്കിലേക്ക് നമ്മൾ എഴുതി വെക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഈ ഏതെങ്കിലും ഒരു ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്തപ്പെട്ട ട്രാൻസാക്ഷനെ ശരിയായ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുകയും അതിനെ നമ്മൾ പിന്നീട് ക്ലാസിഫൈ ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുണ്ടാകുന്ന ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ബുക്കിലേക്ക് എൻ്റർ ചെയ്യുന്നു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് എവിടെ എൻ്റർ ചെയ്യണോ അതാത് ബുക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അതിനെ ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ് ഒക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കണ്ടെത്തുന്നതാണ് അക്കൗണ്ടിങ്. വ്യത്യാസം മനസ്സിലായില്ലേ?
രണ്ടാമത്തെ പോയിന്റ്, ബുക്ക് കീപ്പിംഗ് ജസ്റ്റ് മെയിൻറ്റെയിൻസ് ഇൻഫോർമേഷൻ അബൌട്ട് എ ബിസിനസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ജസ്റ്റ് മെയിൻറ്റെയിൻ എ ഇൻഫോർമേഷൻ, ബിസിനസ്സിൽ എന്ത് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഇൻഫോർമേഷൻ മാത്രമാണ്. ഇപ്പോൾ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാലറി കൊടുത്തു എന്നുള്ള വിവരം, അങ്ങനെ ഒരു ജസ്റ്റ് ഇൻഫോർമേഷൻ മാത്രമാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ബുക്ക് കീപ്പിങ്ങിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് അക്കൗണ്ടിങ് അനലൈസസ് ആൻഡ് ഇൻറ്റർപ്രറ്റ് സച്ച് ഇൻഫോർമേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, ആ ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഈ ട്രാൻസാക്ഷനിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാവുകയാണോ ചെയ്തത്, അതോ നമുക്ക് എക്സ്പെൻസ് ആണോ ഉണ്ടായത്? ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ ബിസിനസ്സിന് ലാഭമുണ്ടാക്കാൻ സാധിച്ചോ, അതോ നഷ്ടമാണോ ഉണ്ടായത്? ഇങ്ങനെ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യുകയും ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എവിടെ? അക്കൗണ്ടിങ്ങിൽ. ബുക്ക് കീപ്പിങ്ങിൽ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇങ്ങനൊരു ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടന്നിട്ടുണ്ട് കേട്ടോ, അത് മാത്രമാണ് നമുക്ക് ഏതിലൂടെ അറിയാൻ പറ്റുന്നത്? ബുക്ക് കീപ്പിങ്ങിലൂടെ അറിയാനായിട്ട് പറ്റുന്നത്. അക്കൗണ്ടിങ്ങിലോ ഇങ്ങനൊരു അറിയിപ്പ് മാത്രമല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിലൂടെ ബിസിനസ്സിന് എത്രത്തോളം എക്സ്പെൻസ് ഉണ്ടായി, അല്ലെ ബിസിനസ്സിന് എത്രത്തോളം ഇൻകം ഉണ്ടായി, അതല്ലെങ്കിൽ ബിസിനസ്സിന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ലോസ് ഉണ്ടായി, ഇത് അറിയാനായിട്ട് നമുക്ക് ഏതിലൂടെ സാധിക്കുന്നു? അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കുന്നു. രണ്ട് വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തേത്, ബുക്ക് കീപ്പിംഗ് ആക്ച്വലി റെക്കോർഡ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വൈൽ അക്കൗണ്ടിങ് ലേസ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ ദി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബുക്ക് കീപ്പിങ്ങിൽ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്നു മാത്രം. അത് ഞാൻ നേരത്തെ പറഞ്ഞ 3 പോയിൻറ്റിനകത്തും പറയുന്നുണ്ട്. ബുക്ക് കീപ്പിങ്ങിൽ അത് എങ്ങനെയും നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. എന്നാൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയും എഴുതി വെച്ചാൽ പോരാ. അക്കൗണ്ടിങ്ങിനകത്ത് ചില റൂൾസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, എങ്ങനെ എഴുതി വെക്കണം. ആ പ്രിൻസിപ്പിൾസ്, ആ റൂൾസ് അനുസരിച്ചാണ് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ബുക്ക് കീപ്പിങ്ങിൽ ജസ്റ്റ് അതിനെ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടത്തക്ക രീതിയിൽ എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് റൂൾസോ പ്രിൻസിപ്പിൾസോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് റൂൾസ് അനുസരിച്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അവിടെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൽ. എന്നാൽ ബുക്ക് കീപ്പിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രിൻസിപ്പിളൊന്നും ഇല്ല. പിടിയിട്ടില്ലേ? ഇനി അടുത്തത്, ബുക്ക് കീപ്പിംഗ് ഡസ് നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കില്ല്. ഒരു ബിസിനസ്സിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് അറിവോ കഴിവോ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു സ്പെഷ്യൽ നോളജോ സ്കില്ലോ ആവശ്യമില്ല ബുക്ക് കീപ്പിങ്ങിന്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ജസ്റ്റ് റെക്കോർഡിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ജസ്റ്റ് ഒന്ന് നമ്മൾ എഴുതി വെക്കുന്നു, അത് മാത്രമാണ് ബുക്ക് കീപ്പിംഗ്. അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടൻസി പഠിക്കണമെന്നൊന്നുമില്ല, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ബുക്ക് കീപ്പിംഗ്, ബട്ട് അക്കൗണ്ടിങ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ഈസ് റിക്വയേർഡ്. ശരിക്കും അക്കൗണ്ടൻസി പഠിച്ചവർക്കും, അതാണ് അവിടെ പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പ്രിൻസിപ്പിൾസ് അറിയാവുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എങ്ങനെയാണ്, ഏത് ബുക്കിലാണ് എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, സമ്മറൈസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഈ റിസൾട്ടിനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണം, എപ്പോഴാണത് പ്രോഫിറ്റ് ആകുന്നത്, എപ്പോഴാണത് ലോസ് ആകുന്നത്, ഇത് അറിയണമെങ്കിൽ ശരിക്കും അക്കൗണ്ടൻസിയെ സംബന്ധിച്ച് അറിവുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിങ്ങിന് എന്തിൻ്റെ ആവശ്യമില്ല? സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കില്ല് ആവശ്യമില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിന് അക്കൗണ്ടൻസിയെ സംബന്ധിച്ചുള്ള നോളജ് ആൻഡ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബുക്ക് കീപ്പിംഗ് ഉൾപ്പെടുന്ന, അതായത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഉൾപ്പെടുന്ന ഈ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ദ ബുക്ക് കീപ്പിംഗ് വർക്ക് ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ അക്കൗണ്ട്സ് ക്ലർക്ക്. സാധാരണ രീതിയിൽ ആര് ചെയ്യുന്നു? അക്കൗണ്ട്സ് ക്ലർക്ക് ചെയ്യുന്നു. എന്നാൽ ദി അക്കൗണ്ടിങ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ക്വാളിഫൈഡ് അക്കൗണ്ടൻറ്റ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ള ആൾക്ക്, അതായത് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ബുക്ക് കീപ്പിംഗ് ഒരു ക്ലർക്കിന് പോലും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ 5 ഡിഫറൻസ് ആണുള്ളത് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നതാണ്.
അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമാണ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡ് ചെയ്തതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അത് ബുക്ക് കീപ്പിങ്ങിന് ജസ്റ്റ് ഒരു ഇൻഫോർമേഷനെ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബുക്ക് കീപ്പിങ്ങിന് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ആവശ്യമില്ല. അക്കൗണ്ടിങ്ങിന് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ആവശ്യമുണ്ട്. പിന്നെ എന്താണ്, ഒരു ക്ലർക്കിന് പോലും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ക്ലർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഏത് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിങ്ങിന് അക്കൗണ്ടിങ് ക്ലർക്ക് മാത്രം ക്ലർക്കിന് പോലും ചെയ്യാൻ പറ്റും. എന്നാൽ അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിന് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ പഠിച്ചത് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. 7 ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 1 ആർട്ടാണ്, 2 സയൻസാണ്. പിന്നെ മൂന്നാമത്തേത് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമാണ് പരിഗണിക്കുന്നത്. 4 ക്ലാസിഫൈ ചെയ്യുന്ന സിഗ്നിഫിക്കൻ്റ് മാനറിലാണ്. ക്ലാസിഫൈ ചെയ്തതിനെ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്. സമ്മറൈസ് ചെയ്തതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷം ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അതിൻ്റെ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. പിന്നെ അക്കൗണ്ടൻസി എന്താണെന്ന് പഠിച്ചു. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ദ മെത്തേഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അക്കൗണ്ടിങ്. എങ്ങനെയാണ് അക്കൗണ്ടിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിന് വേണ്ടുന്ന മെത്തേഡ്സ് പറഞ്ഞു തരുന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചു ബുക്ക് കീപ്പിംഗ് എന്താണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുണ്ടാകുന്ന ട്രാൻസാക്ഷനെ ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. പിന്നീട് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് 5 പോയിൻറ്റ്സ് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാനത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും ക്ലാസ് ഒന്നുകൂടി എടുത്തു തരാം. ഓക്കെ, താങ്ക് യു.